ഈശോ തിബേരിയോസ് തടാകത്തിൽ അതേ പട്ടണത്തിൽ വെച്ച് ശിഷ്യരെ പഠിപ്പിക്കുന്നു. 1945 ഫെബ്രുവരി 5 ഈശോ തൻ്റെ 13 ശിഷ്യരോടൊത്ത് ഗലീലിയ തടാകത്തിലാണ്. 2 വള്ളങ്ങളുണ്ട്, ഓരോന്നിലും 7 പേർ വീതം. ഈശോ ആദ്യത്തെ വള്ളത്തിലാണ്, പത്രോസിൻ്റെ വള്ളത്തിൽ. പത്രോസ്, ആൻഡ്രൂ, സൈമൺ, ജോസഫ്, അയാളുടെ പിതൃ സഹോദര പുത്രന്മാർ 2 പേർ എന്നിവർ കൂടെയുണ്ട്. മറ്റേ വള്ളത്തിൽ സബദിയുടെ 2 പുത്രന്മാർ, യൂദാസ് ഇസ്കരിയോട്ട്, ഫിലിപ്പ്, തോമസ്, നഥാനിയേൽ, മത്തായി എന്നിവർ യാത്ര ചെയ്യുന്നു. നല്ല തണുത്ത കാറ്റും അനുകൂലമായി വീശുന്നുണ്ട്. അതിനാൽ വള്ളങ്ങൾ വേഗം പായുന്നു. കാറ്റുകൊണ്ട് തടാകത്തിൽ ചെറിയ ഓളങ്ങൾ വരുന്നുണ്ട്. അവയുടെ അരികിൽ നേരിയ വെള്ളപ്പത. നീലരത്നം പോലുള്ള തടാകത്തിൻ്റെ ഉപരിതലത്തിൽ വെള്ള റേന്ത പിടിപ്പിച്ചതുപോലെയുണ്ട്. 2 വള്ളങ്ങളുടെയും പിൻഭാഗത്ത് വെള്ളം ഭേദിച്ച ചാലുകൾ. അവ രണ്ടും ഒരുമിച്ച് ചേർന്ന് തിളങ്ങുന്ന പതയായിരിക്കുന്നു. കാണാൻ നല്ല ഭംഗി. 2 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം നീങ്ങുന്നു. പത്രോസിൻ്റേത് ഏതാനും വാര മുമ്പിലാണെന്ന് മാത്രം. വള്ളങ്ങൾ തമ്മിൽ ഏതാനും വാര അകലമേയുള്ളൂ. അതിനാൽ ശിഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഓരോ അഭിപ്രായങ്ങൾ പറയുകയും മറ്റും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഗലീലിയക്കാർ യൂദയായിൽ നിന്നുള്ളവർക്ക് ഓരോരോ വിവരണങ്ങൾ നൽകുന്നുവെന്നാണ്. തടാകത്തെക്കുറിച്ചും ചുറ്റുമുള്ള സ്ഥലങ്ങളെക്കുറിച്ചും അവിടങ്ങളിലെ കച്ചവടം, പ്രധാന ആളുകൾ, കഫർനാമിൽ നിന്ന് തിബരിയോസ് വരെയുള്ള ദൂരം എന്നിവയെക്കുറിച്ചുമൊക്കെ. ഈ വള്ളങ്ങൾ മീൻപിടുത്തത്തിനുള്ളവയല്ല, യാത്രക്കാരെ കൊണ്ടുപോകുന്ന വള്ളങ്ങളാണ്. ഈശോ വള്ളത്തിൻ്റെ തലക്കൽ ഇരിക്കുകയാണ്. ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ശാന്തത, നീലാകാശം, നീലത്തടാകം, തടാകത്തിന് ചുറ്റുമുള്ള പച്ച പിടിച്ച തീരം, അതിൽ അവിടെയായി വെളുത്തു കാണുന്ന ഗ്രാമങ്ങൾ. ഈശോ വള്ളത്തിൻ്റെ പായ്ക്കെട്ടുകൾക്ക് മീതെ ചാരിക്കിടക്കുന്നത് പോലെ തലക്കൽ ഒറ്റയ്ക്കിരുന്നു. ചിലപ്പോഴെല്ലാം വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നു. വെള്ളത്തിൻ്റെ ആഴവും ആഴത്തിലെ ജീവികളും ശ്രദ്ധയിൽപ്പെടുന്നത് പോലെ തോന്നുന്നു. തടാകം ഇന്ദ്രനീല കല്ലുകൊണ്ടുള്ള കണ്ണാടി പോലെയുണ്ട്. ശിഷ്യരുടെ സംഭാഷണമൊന്നും ഈശോ ശ്രദ്ധിക്കുന്നതേയില്ല. ഈശോ എന്തിനെക്കുറിച്ചാണാവോ ചിന്തിക്കുന്നത്? പത്രോസ് 2 പ്രാവശ്യം ഈശോയെ വിളിച്ചു. ആദ്യം വിളിച്ചത് വെയിൽ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു. കാരണം സൂര്യൻ ആകാശത്തിൽ ഉയർന്നു. വള്ളത്തിന്മേൽ നല്ലവണ്ണം വെയിലടിക്കുന്നു. ചൂടായി തുടങ്ങി. അധികം ചൂട് പിടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. 2ാം പ്രാവശ്യം വിളിച്ചത് മറ്റുള്ളവരെല്ലാം കഴിക്കുന്നത് പോലെ റൊട്ടിയും ചീസും ഈശോയ്ക്ക് വേണമോ എന്ന് അന്വേഷിക്കാനാണ്. എന്നാൽ ഈശോയ്ക്ക് വെയിലിൽ നിന്ന് മറയും വേണ്ട, റൊട്ടിയും വേണ്ട. പത്രോസ് പിന്നീട് അലട്ടിയില്ല. വിനോദസഞ്ചാരികളുടെ ഏതാനും ചെറിയ ബോട്ടുകളും തടാകത്തിൽ നീങ്ങുന്നുണ്ട്. വെൽവെറ്റ് മേൽക്കെട്ടികളും മാർദ്ദവമേറിയ കുഷ്യനുകളുമുള്ള ഈ ബോട്ടുകൾ മുക്കുവരുടെ ബോട്ടുകൾക്ക് വിലങ്ങിനെയാണ് വരുന്നത്. ആ ബോട്ടുകളിൽ നിന്ന് അട്ടഹാസവും പൊട്ടിച്ചിരിയും സുഗന്ധവും ഉയർന്നു. ആ ബോട്ടുകൾ നിറയെ സുന്ദരികളായ സ്ത്രീകളും കുറേ റോമാക്കാരും ഏതാനും പാലസ്തീനരും കുറച്ച് ഗ്രീക്കുകാരുമാണ്. മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ വാക്കുകളിൽ നിന്നാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത്. നല്ലപോലെ വിളഞ്ഞ ഒലിവിൻ്റേത് പോലുള്ള തവിട്ട് നിറമാണ് അയാൾക്ക്. ഇറക്കം കുറഞ്ഞ ഒരു ചുവപ്പ് കുപ്പായം അയാൾ ധരിച്ചിരിക്കുന്നു. കുപ്പായത്തിൻ്റെ വക്കുകളിൽ ഗ്രീക്ക് ചിത്രവേലകൾ ചെയ്തിട്ടുണ്ട്. ഇടക്ക് മനോഹരമായ ഒരു ബെൽറ്റ്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കലാസൃഷ്ടി. അയാൾ പറയുന്നു, ഹെല്ലാസ് മനോഹരമാണ്, എന്നാൽ എൻ്റെ പിതൃരാജ്യമായ ഒളിമ്പസിൽ ഇത്ര സുന്ദരമായ നീലിമയും ഈ പൂക്കളുമില്ല. ദേവതകൾ അവിടം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതിൽ അത്ഭുതമില്ല. റോസാപ്പൂക്കളും അനുമോദനങ്ങളും ഗ്രീക്ക് ദേവതകളുടെ മേലല്ല, ഈ യഹൂദ ദേവിമാരുടെ മേൽ വിതറാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ ബോട്ടിലുള്ള സ്ത്രീകളുടെ ദേഹത്ത് സുന്ദരമായ റോസാദളങ്ങൾ വിതറുന്നു. അടുത്തുള്ള ബോട്ടിലേക്ക് എറിയുന്നു. റോമാക്കാരനായ ഒരാൾ മറുപടി പറയുന്നു, ഗ്രീക്കുകാരനായി നീ പൂ വിതറുക. എന്നാൽ വീനസിൻ്റെ കൂടെയാണ് ഞാൻ. റോസാപ്പൂക്കൾ വിതറുകയല്ല ചെയ്യുന്നത്, ഞാൻ അവ പെറുക്കുകയാണ്. ഈ സുന്ദരമായ അധരങ്ങളിൽ നിന്നും പെറുക്കുകയാണ്. അവയ്ക്ക് കൂടുതൽ മാധുര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കുനിഞ്ഞ് പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്ന മഗ്ദലായിലെ മേരിയുടെ അധരങ്ങളിൽ ചുംബിക്കുന്നു. തൻ്റെ സ്വർണ്ണ നിറമുള്ള ശിരസ് റോമാക്കാരൻ്റെ മടിയിൽ വെച്ച് കുഷിനിൽ ചാരിക്കിടക്കുകയാണവൾ. ഇപ്പോൾ ചെറുബോട്ടുകൾ 2 വലിയ വള്ളങ്ങളുടെ നേരെ മുമ്പിലായി. തുഴയുന്നവരുടെ പരിചയക്കുറവും പെട്ടെന്നുണ്ടായ കാറ്റ് നിമിത്തം തമ്മിൽ കൂട്ടുമുട്ടുമെന്ന പതനമായി. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ സൂക്ഷിച്ചുകൊള്ളൂ. പത്രോസ് അപകടം ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് ശക്തിയായി തുഴഞ്ഞു. വള്ളം വെട്ടിക്കാൻ നോക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. പുരുഷന്മാർ പരസ്പരം ശകാരവർഷം നടത്തുന്നു. സ്ത്രീകൾ ഭയപ്പെട്ട് നിലവിളിക്കുന്നു. റോമാക്കാർ ഗലീലിയക്കാരെ നിന്ദിച്ചു പറയുന്നു, നിങ്ങൾ യഹൂദ പട്ടികൾ, വൃത്തികെട്ടവർ, വഴിയിൽ നിന്ന് മാറിപ്പോകും.
പത്രോസും മറ്റു ഗലീലിയക്കാരും ഈ നിന്ദനങ്ങൾക്ക് തക്ക മറുപടി കൊടുക്കുന്നു. കൊത്താൻ നിൽക്കുന്ന കോഴിപ്പൂവിനെ പോലെ വള്ളത്തിൻ്റെ വക്കിൽ കൈകൾ എളിയിൽ കുത്തി നിന്നുകൊണ്ട് അടിക്ക് തിരിച്ചടി കൊടുക്കുന്നു. റോമാക്കാരെയോ ഗ്രീക്കുകാരെയോ യഹൂദന്മാരെയോ യഹൂദ സ്ത്രീകളെയോ ആരെയും ഒഴിവാക്കുന്നില്ല. സ്ത്രീകളെ ഓരോരോ സ്ഥാനപ്പേര് നൽകി അവഹേളിക്കുന്നു. അവയെല്ലാം ഞാൻ വിട്ടുകളയുകയാണ്. വള്ളങ്ങളെല്ലാം വിട്ടകലുന്നത് വരെ ഈ കോലാഹലം നീണ്ടു നിൽക്കുന്നു. ഈശോ തൻ്റെ സ്ഥാനത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. മനസ്സ് വിദൂരത്തിലെവിടെയോ ആണ്. വള്ളങ്ങളെയോ യാത്രക്കാരെയോ ഒന്നും നോക്കുകയോ ഒരു വാക്കു പറയുകയോ ചെയ്യുന്നില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ കൈമുട്ടിൽ കുത്തിച്ചാരി ഇരുന്നു കൊണ്ട് അകലങ്ങളിലുള്ള തീരങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒരു പൂവ് ഈശോയുടെ നേർക്കെറിഞ്ഞ് ആരാണ് എറിഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. കാരണം അതെറിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ചിരിക്കുന്ന ശബ്ദം കേട്ടു. എന്നാൽ ഈശോ അനങ്ങുന്നില്ല. പൂവ് ഈശോയുടെ മുഖത്ത് കൊള്ളത്തക്കവണ്ണം അടുത്തു വന്നു. അത് താഴെ പലകയിൽ വീണതേ ദേഷ്യം പിടിച്ച പത്രോസ് അത് ചവിട്ടി നിരിച്ചു. ചെറിയ ബോട്ടുകൾ അകന്നു പോകാറായപ്പോൾ മഗ്ദലന എഴുന്നേറ്റ് നിന്നും പാപത്തിൻ്റെ കൂട്ടുകാരൻ്റെ അടയാളമനുസരിച്ച് അവളുടെ സുന്ദരമായ കണ്ണുകൾ ഈശോയുടെ പ്രശാന്തമായ മുഖത്തിന് നേരെ തിരിച്ചു. ഈശോയുടെ മനസ്സ് വളരെ വിദൂരതയിലാണ്. ഈ ലോകത്തിൽ നിന്ന് ആ മനസ്സ് എത്രയോ അകലെയാണ്. നീ എന്നെപ്പോലെ യൂദയക്കാരനാണല്ലോ എന്ന് പറഞ്ഞ് സ്വർണ്ണ നിറത്തിൽ മുടിയുള്ള ആ സുന്ദരി ആ റോമാക്കാരൻ്റെ മടിയിൽ കിടന്ന് സ്വല്പം മുമ്പേ എഴുന്നേറ്റ് നിന്നവൾ ബെഥനിയിലെ ലാസറിൻ്റെ സഹോദരിയല്ലേ? സൈമൺ, ഒന്ന് പറയൂ, യൂദാസ് ഇസ്കരിയായിട്ട് ചോദിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ. കാനേയക്കാരനായ സൈമൺ ഒരു താല്പര്യവും കാണിക്കാതെ മറുപടി പറഞ്ഞു. ജീവിക്കുന്നവരുടെ കൂടെ ഞാൻ വന്നിട്ട് കുറച്ചു നാളുകളല്ലേ ആയുള്ളൂ. അവളൊരു യുവതിയാണല്ലോ. ബെഥനിയിലെ ലാസറിനെ നീ അറിയുകയില്ലെന്ന് എന്നോട് പറയാൻ കഴിയുമോ? എനിക്ക് ശരിക്കും അറിയാം. നീ അയാളുടെ സ്നേഹിതനാണെന്നും നീ ഗുരുവിനോടൊത്ത് അവിടെ പോയിട്ടുണ്ടെന്നും. അങ്ങനെയാണെങ്കിൽ എന്താ? അങ്ങനെയായതുകൊണ്ട് ലാസറിൻ്റെ സഹോദരിയായ പാപിനിയെയും നീ അറിയുമായിരിക്കും. മരിച്ചവർക്ക് പോലും അവളെ അറിയാം. കഴിഞ്ഞ 10 വർഷമായി ആളുകളെല്ലാം അവളെക്കുറിച്ച് പറയുന്നു. യുവത്വം ആരംഭിച്ചതേ അവളുടെ തല തെറിച്ചു തുടങ്ങിയെന്ന്. എന്നാൽ ഇപ്പോൾ 4 വർഷത്തിലേറെയായി നീ മരണത്തിൻ്റെ താഴ്വരയിലായിരുന്നെങ്കിലും ആ ഉതപ്പ് നീ അറിഞ്ഞു കാണണം. ജെറുസലേം മുഴുവനും അവളെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. ലാസർ ബെഥനിയയിൽ തന്നെ സ്വയം അടച്ചുപൂട്ടിയൊരു ജീവിതവും. എന്തായാലും അവൾ ശരിയായിട്ടുള്ളത് ചെയ്തു. സിയോനിലെ അവൻ്റെ മനോഹരമായ മാളികയിൽ അവൾ വരികയും പോവുകയും ചെയ്തിരുന്നതിനാൽ ഒരുത്തരും അവിടെ കാലുകുത്തുകയില്ലെന്നായി. ഞാൻ പറയുന്നത് പരിശുദ്ധരായ ഒരുവനും അവിടെ കയറുകയില്ലായിരുന്നു എന്നാണ്. നാട്ടിൻ പുറത്ത് കൊള്ളാം. അവൾ എപ്പോഴും നാട്ടിലുണ്ട്, പക്ഷേ വീട്ടിലൊരിക്കലുമില്ല. അവൾ തീർച്ചയായും ഇപ്പോൾ മഗ്ദലായിലാണ്, ഒരു പുതിയ കാമുകനുമായി. നീ എനിക്കുത്തരം നൽകുകയില്ലേ? ഇത് നുണയാണെന്ന് പറയാൻ കഴിയുമോ? നുണയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മൗനമായിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അവൾ തന്നെയാണ്. നീ അവളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവൾ ഒരു കുട്ടിയായിരുന്നപ്പോഴാണ് ഞാൻ അവളെ കണ്ടത്. അന്ന് അവൾ പരിശുദ്ധിയായിരുന്നു. ഇപ്പോൾ അവളെ ഞാൻ വീണ്ടും കണ്ടിരിക്കുന്നു. ഞാൻ അവളെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവൾ മദാലസയാണെങ്കിൽ ഒരു വിശുദ്ധ സ്ത്രീയായിരുന്ന അവളുടെ അമ്മയുടെ ജീവിക്കുന്ന പ്രതിരൂപമാണവൾ. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അവൾ നിന്റെ സ്നേഹിതൻ്റെ സഹോദരിയാണെന്നുള്ളത് നിഷേധിക്കാൻ നീ ഒരുങ്ങിയത്? നമ്മുടെ വ്രണങ്ങളും നമ്മുടെ സ്നേഹിതരുടെ വ്രണങ്ങളും മറച്ചു വയ്ക്കാനാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക, പ്രത്യേകിച്ചും നമ്മിൽ സത്യസന്ധതയുള്ള സ്നേഹിതരാകുമ്പോൾ. യൂദാസ് ഒരു കൃത്രിമ ചിരിച്ചിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ് സൈമണെ. നീ ആത്മാർത്ഥതയുള്ളവരാണ്, പത്രോസ് അഭിപ്രായപ്പെട്ടു. നീ അവളെ മനസ്സിലാക്കിയോ? നീ തീർച്ചയായും മത്സ്യം വിൽക്കാൻ മഗ്ദലായിൽ പോകാറുണ്ടോ? നീ എത്ര പ്രാവശ്യം അവളെ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ കുട്ടി, പകൽ മുഴുവൻ സത്യസന്ധനായി പണിയെടുത്ത് പുറം പൊട്ടിയിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങളിൽ ശ്രദ്ധ വയ്ക്കാനൊന്നും താല്പര്യമുണ്ടാവുകയില്ല. സ്വന്തം ഭാര്യയുടെ വിശുദ്ധമായ കിടക്കയെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഹേയ്, മനോഹരമായ വസ്തുക്കൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. വേറൊരു ഉദ്ദേശമില്ലെങ്കിലും അവയൊന്ന് നോക്കാൻ ആഗ്രഹിക്കാതിരിക്കില്ല. എന്തിന്? എൻ്റെ മേശക്കുള്ള ഭക്ഷണമല്ല അത് എന്ന് പറയാനോ? അത് വേണ്ട, തീർച്ചയായും വേണ്ട. ഞാൻ ഈ തടാകത്തിൽ നിന്നും എൻ്റെ ജോലിയിൽ നിന്നും അനേക കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നിതാണ്, പ്രശാന്തമായ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മത്സ്യം ഉപ്പുവെള്ളത്തിലോ ചുടിയുള്ള ജലാശയങ്ങളിലോ ജീവിക്കുകയില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ നിലനോക്കി ജീവിക്കണം. അങ്ങനെ ദുർമരണം ഒഴിവാക്കണമെന്നാണ്. നീ മരിക്കുന്നത് പോലുള്ള അനുഭവം മഗ്ദലന നിന്നിൽ ഉളവാക്കിയോ? ഇല്ല, ഞാൻ കട്ടിയുള്ള ആളാണ്.
എന്നാൽ എന്നോട് പറയൂ, നിനക്കെന്താ സുഖമില്ലേ? ഒരു പക്ഷേ ഞാനോ? ഓ, ഞാൻ അവളെ നോക്കുക പോലും ചെയ്തില്ല. നീ കള്ളൻ, എനിക്കറിയാം. നിന്നിൽ അസൂയ നിറഞ്ഞു, അത് നിന്നെ ദഹിപ്പിക്കുന്നു. അവളോട് കുറെ കൂടി അടുത്തായിരുന്ന ഈ വള്ളത്തിൽ യാത്ര ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്തിട്ട്. നീ അവളോട് കൂടുതൽ അടുത്തായിരിക്കാൻ എന്നോടും കുറെ കൂടി സഹിഷ്ണുത കാണിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ദിവസങ്ങളായല്ലോ നീ എന്നോട് സംസാരിച്ചിട്ട്. അവൾ നിമിത്തമാണ് എന്നോട് ഇന്ന് സംസാരിച്ച് എന്നെ നീ ബഹുമാനിക്കുന്നത്. എന്നെയോ? അവളെന്നെ കാണുക പോലും ചെയ്യുമായിരുന്നില്ല. അവളെപ്പോഴും ഗുരുവിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഹഹഹഹ. എന്നിട്ട് അവൻ പറയുന്നു അവളെ അവൻ നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന്. അവളെ നീ നോക്കിയില്ലെങ്കിൽ അവൾ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് നീ എങ്ങനെ കാണും? പത്രോസിൻ്റെ സംസാരം കേട്ട് അവരെല്ലാവരും ചിരിക്കുന്നു. യൂദാസും ഈശോയും തീഷ്ണമതിയായ സൈമണും ചിരിക്കുന്നില്ല. ഈശോ ഇവരുടെ സംഭാഷണം കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സംഭാഷണത്തിന് വിരാമമിടാൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. പത്രോസേ, അതാണോ തിബരിയാസ്? അതെ ഗുരു, അത് തന്നെ. ഞാനിപ്പോൾ വള്ളം അടുപ്പിക്കാം, വരട്ടെ. ആ ചെറിയ ഉൾക്കടലിൽ കുറച്ചു നേരം നിർത്താമോ? നിങ്ങളോട് തന്നെ അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവിടുത്തെ ആഴമൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. പത്രോസ് നീളമുള്ള ഒരു കഴുക്കോൽ വെള്ളത്തിൽ താഴ്ത്തി ആഴം നോക്കിയ ശേഷം വള്ളം ക്രമേണ തീരത്തേക്ക് നീക്കുന്നു. നിർത്താമല്ലോ ഗുരു, നമുക്ക് അല്പം കൂടെ തീരത്തോട് അടുത്ത് പോകാം. പോകാവുന്നിടത്തോളം പോയിക്കൊള്ളുക. അവിടെ തണലും ഏകാന്തതയുമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പത്രോസ് തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നു. കരയിലേക്ക് ഏകദേശം 15 മീറ്റർ അകലമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നിർത്താം. നിർത്തിക്കൊള്ളും. എന്നിട്ട് അടുത്തു വരാവുന്നിടത്തോളം അടുത്ത് വരിക. വന്ന് ശ്രദ്ധിക്കുക. ഈശോ ഇരുന്നിരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് വള്ളത്തിൻ്റെ മധ്യത്തിൽ വന്നിരുന്നു. വിലങ്ങനെ വെച്ചിരുന്ന ഒരു പലക പുറത്താണ് ഇരിക്കുന്നത്. മറ്റേ വള്ളം ഇവരുടെ മുമ്പിലാണ്. ഈ വള്ളത്തിലുള്ള എല്ലാവരും ഈശോയുടെ ചുറ്റും അടുത്തിരിക്കുന്നു.